എന്താണ് ഡിസംബർ 2 പ്രത്യേകത എന്നല്ലേ? ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം. ഭോപ്പാൽ വാതക ദുരന്തം മൂലം അസ്തിത്വം നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരെ ബഹുമാനിക്കുന്നതിനും അനുസ്മരിക്കുന്നതിനുമായി എല്ലാ വർഷവും ഡിസംബർ 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നു. പരിസ്ഥിതി മലിനീകരണം ഇന്ന് മനുഷ്യൻ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ്. അന്തരീക്ഷ മലിനീകരണം ഏറ്റവും രൂക്ഷമായിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഡിസംബർ 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനവും കടന്നു വരുന്നത്. ചരിത്രത്തിലെ ഏറ്റവും ഭീതിജനകമായ സ്മരണയാണ് 1948 ഡിസംബർ 2 ഉണ്ടായ ഭോപ്പാൽ വാതക ദുരന്തം. ഈ ദുരന്തത്തെ സ്മരിച്ചുകൊണ്ടാണ് ഡിസംബർ 2 മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നത്. കൂടാതെ ദിനം പ്രതി കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന അന്തരീക്ഷ മലിനീകരണത്തിന്റെ രൂക്ഷത ഓർമ്മിപ്പിക്കൽ കൂടിയാണ് ഈ ദിനം. 1984 ഡിസംബർ 2 അർദ്ധരാത്രിയിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ച വിപത്തായിരുന്നു ഭോപ്പാൽ വാതക ദുരന്തം. ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തമായി കണക്കാക്കപ്പെടുന്ന ഭോപ്പാൽ വാതക ദുരന്തം സംഭവിച്ചത് ഉയർന്ന വിഷാംശമുള്ള മെഥനൈൽ ഐസോസൈനേറ്റ് വാതകം മൂലമാണ്. നാഷണൽ ഹെൽത്ത് പോർട്ടൽ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഓരോ വർഷവും ആഗോളതലത്തിൽ 7 ദശലക്ഷം ആളുകൾ വായുമലിനീകരണം മൂലം മരിക്കുന്നു. വായുവിൽ അടങ്ങിയിരിക്കുന്ന മലിനീകരണം ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ സംരക്ഷണ വലയങ്ങളെയും ഭേദിച്ച് ശ്വാസകോശം, തലച്ചോറ്, ഹൃദയം എന്നിവയ്ക്കും നാശമുണ്ടാക്കുകയും ചെയ്യും. വായുമലിനീകരണമാണ് ഓസോൺ പാളിയുടെ നാശത്തിനും കാരണമായി പറയുന്നത്. ലോകത്ത് അന്തരീക്ഷ മലിനീകരണത്തിന്റെ രൂക്ഷത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇന്ത്യയിൽ മലിനീകരണത്തിന്റെ ഏറ്റവും വലിയ ഘടകം അന്തരീക്ഷ വായുവാണ്. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലൊക്കെ കടുത്ത വായുമലിനീകരണത്തിന്റെ പിടിയിലാണ്. ലോക വായുമലിനീകരണം ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് കുട്ടികളെയും നവജാത ശിശുക്കളെയുമാണ്. മലിനവായു കുട്ടികളുടെ മസ്തിഷ്ക വികാസത്തെ ബാധിക്കുമെന്നും ഭാവിയിൽ ഗുരുതരമായ രോഗങ്ങൾ ബാധിക്കുവാൻ ഇടയാക്കുമെന്നും പഠനങ്ങൾ പറയുന്നു. രാജ്യത്തിന്റെ മറ്റു പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് അന്തരീക്ഷ വായുവിന്റെ കാര്യത്തിൽ കേരളം ഭേദപ്പെട്ട നിലയിലാണ് എങ്കിലും വളരെ വേഗത്തിൽ തന്നെ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമെന്ന നിലയിൽ നമ്മുടെ ഭാവിയും സുരക്ഷിതമല്ല. വൻകിട കെട്ടിട നിർമ്മാണങ്ങൾ സംസ്ഥാനത്തെമ്പാടും കാണാം. ഇതൊക്കെ കേരളത്തിന്റെ അന്തരീക്ഷത്തെ ത്വരിതഗതിയിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്.